പ്രിയമുള്ള അമ്മമാരെ, സഹോദരിമാരെ, നല്ലവരിൽ നല്ലവരായ വോട്ടർമാരെ, ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന മാധവൻ മാസ്റ്ററുടെ മകൾ ആദ്യമായി ജനമധ്യത്തിലേക്ക് എത്തുകയാണ്. അഴിമതിയുടെ കറപുരളാത്ത മാധവൻ മാസ്റ്ററുടെ വിദ്യാസമ്പന്നയായ മകളെ നമ്മുടെ പ്രതിനിധിയായി അസംബ്ലിയിലേക്ക് അയക്കുവാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. ഈ രാജലക്ഷ്മിയെ നമ്മുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. വിശദമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കോ സുദീർഘമായ ഒരു പ്രസംഗത്തിനോ ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി മിസ് രാജലക്ഷ്മി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന്. മിസ് രാജലക്ഷ്മിയെ സസന്തോഷം ക്ഷണിച്ചുകൊള്ളുന്നു. പേടിക്കാവൊന്നുമില്ല, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് പ്രിയപ്പെട്ടവരെ, എനിക്ക് ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, ഒരച്ഛന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിതിമ്പിക്കരയുന്ന ഓമനപുത്രിയെ നമ്മൾ ഇവിടെ കണ്ടു. ഈ മീറ്റിംഗിന് വേണ്ടി പുറപ്പെടുമ്പോ മിസ് രാജലക്ഷ്മി എന്നോട് പറഞ്ഞു, എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന്. പക്ഷേ സ്വന്തം പിതാവിനെ കുറിച്ച് ഇവിടെ പരാമർശമുണ്ടായപ്പോൾ ആ കുരുന്ന് ഹൃദയം തേങ്ങിപ്പോയി. അല്ലെങ്കിൽ തന്നെ ഈ നാടിന്റെ ആശയും ആവേശവുമായിരുന്ന മാധവൻ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോൾ ഏത് ഹൃദയമാണ് തേങ്ങിപ്പോകാത്തത്? ഈ നാട്ടിലെ ഓരോ മണൽത്തരിക്കും മാധവൻ മാസ്റ്ററെ അറിയാം. സ്വന്തം മകളെ തന്നേക്കാൾ വലിയ ബഹുജന നേതാവാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്തിമ അഭിലാഷമായിരുന്നു. ആ മഹൽ വ്യക്തിയുടെ ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും ചിഹ്നമായ ത്രാസടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ രാജലക്ഷ്മിയെ രാജ്യത്തിന്റെ മഹാലക്ഷ്മിയാക്കി മാറ്റുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇത് പബ്ലിക് ചീറ്റിംഗ് ആണ്. നാട്ടുകാരുടെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞ് പറ്റിക്കാൻ എന്നെ കിട്ടൂല. അച്ഛന്റെ കാര്യം ഓർത്ത് കരഞ്ഞതാണ് പോലും. അച്ഛനെ ഓർത്തു എന്നുള്ള സത്യ, പക്ഷെ ഞാൻ കരഞ്ഞത് പേടിച്ചിട്ടാ, തൊണ്ട വരണ്ടിട്ടാ. ഇതൊക്കെ ചില ഇലക്ഷൻ തന്ത്രങ്ങളല്ലേ. ആദ്യമായതുകൊണ്ട് ആ രാജലക്ഷ്മിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നത്. ചില സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ സഹതാപം പിടിച്ചെടുക്കാൻ ഇങ്ങനെ സഹതാപം നേടിയിട്ട് എനിക്ക് ജയിക്കണ്ട. ആരെയും വഞ്ചിക്കരുതെന്ന അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നുണ പറഞ്ഞാ അതിനു വേണ്ടി പിന്നെ 1000 നുണകൾ പറയേണ്ടി വരും. അതിന് ബാലം പൊതുവാൾ അവിവേകമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നീ കരയണ കണ്ടപ്പോ അച്ഛനെ ഓർത്തിട്ടായിരിക്കും എന്ന് വിചാരിച്ചു, അല്ലേ ബാല? അല്ല, അത് മാത്രമല്ല, മാഷയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആയിക്കോട്ടെ എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടാ. അത് പറഞ്ഞപ്പോ ജനങ്ങളുടെ കണ്ണ് പറഞ്ഞു പോയില്ലേ? പിന്നെ സത്യമായിട്ടും ചിലരൊക്കെ കണ്ണീരൊപ്പുന്നത് ഞാൻ കണ്ടതാ. ഇനിയിപ്പോ ഒരു നുണ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ. ധർമ്മയുദ്ധം ജയിക്കാൻ വേണ്ടി ഭഗവാൻ പോലും നുണ പറഞ്ഞിട്ടുണ്ടെന്നാ. മതി മതി, ജനങ്ങളെ പറ്റിക്കാൻ ഭഗവാനെ കൂടി പാർട്ടി ചേർക്കണ്ട. ഒന്നുമില്ല, അങ്ങോട്ട് മാറി നിൽക്ക്. ഗൗരവം കുറച്ച് കൂടുതലാണ് കേട്ടോ. അതെ, കൂടുതലാണ്. ഞാനന്ന് ശരിക്കും വിചാരിച്ചത് എന്നെ ഫോളോ ചെയ്താണെന്നാ. പറഞ്ഞതൊക്കെ അബദ്ധമായെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. വിഡ്ഢികൾക്ക് അബദ്ധം പറ്റുന്ന സാധാരണയല്ലേ, അതിലിത്ര വിഷമിക്കാനൊന്നുമില്ല. സമ്മതിച്ചു, ഞാൻ വിഡ്ഢി തന്നെയാ. കഴിഞ്ഞ തവണത്തെ കോളേജ് മാഗസിനിൽ ഉദയന്റെ ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നില്ലേ? ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഈ ബോർഡ് എഴുത്തല്ലാതെ അത്തരം പെയിന്റിംഗ്സ് ഒക്കെ വരച്ചൂടെ? വരച്ചുകൂടാ. പെയിന്റിങ്സ് മാത്രം വരച്ച എല്ലാവരുടെയും പ്രശംസ നേടിയ ഒരാളെ എനിക്കറിയാം. സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വയസ്സുകാലത്ത് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണമെന്ന് പുള്ളിക്കാരൻ മറന്നുപോയി. എന്റെ അച്ഛന്റെ കാര്യമാണ്. മകൻ അതുപോലെ ആവാതിരുന്ന പോരെ? അതുപോലെ അല്ലല്ലോ. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാത്ത ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. എന്നാ എനിക്കൊരു പെയിന്റിംഗ് വരച്ചു തരോ? കാശ് തരാം. പിന്നെ
ഇത്തരം കിന്നാരൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഞാൻ ആ ടൈപ്പല്ല. ഞാൻ തന്നോട് കിന്നരിക്കാൻ വന്നോ? തുടക്കം കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ആദ്യം ഒരു ജാട, പിന്നെ സോറി, പിന്നെ ഒരു പ്രശംസ, പിന്നെ പ്രേമം. പ്രാരാബ്ദമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളുടെ ഒരു ലൈനായത്. അയ്യടാ, ആ ഒരു ലൈൻ താൻ എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞത്